നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്വയം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് വിലക്കേർപ്പെടുത്തി കെപിസിസി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള പൂർണ്ണ ചുമതല ഹൈക്കമാൻഡിനാണെന്നും പരസ്യ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ നിർണായക സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ ചേരുകയാണ്. എംപിമാർ മത്സരിക്കുന്നതിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% ഉണ്ട്. അതിലെന്താ മത്സരിക്കും? ഓ, ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപ് സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും പരസ്യ പ്രസ്താവന നടത്തുന്ന മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കർശന മുന്നറിയിപ്പ് നൽകുകയാണ് കെപിസിസി നേതൃത്വം. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതും ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നതും അച്ചടക്ക ലംഘനമായി കാണുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. പാർട്ടി ഘടകങ്ങൾക്കോ നേതാക്കൾക്കോ അഭിപ്രായമുണ്ടെങ്കിൽ അത് നേതൃത്വത്തെ അറിയിക്കണം. പരസ്യ യോഗങ്ങളും പ്രസ്താവനകളും ഒരു കാരണവശാലും അനുവദിക്കില്ല. UDF സീറ്റ് വിഭജനം തീരുമാനിക്കുക സംസ്ഥാന നേതൃത്വമാണെന്നും ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി വിരുദ്ധമായ നീക്കങ്ങൾ ഉണ്ടാകരുതെന്നും സണ്ണി ജോസഫ് മുന്നറിയിപ്പ് നൽകി. കെപിസിസി അധ്യക്ഷന്റെ നിലപാടിൽ പൂർണ്ണ യോജിപ്പ് അറിയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. കെപിസിസി പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നേതാക്കന്മാർ അറിവോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേതാക്കന്മാർ ശാസിക്കപ്പെടും. ഒരു സംശയമില്ല. അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ സ്വയം സ്ഥാനാർത്ഥി ചമയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. കെ സുധാകരൻ, അടൂർ പ്രകാശ് അടക്കം 4 എംപിമാർ മത്സരിക്കുന്നതിലും യോഗം തീരുമാനമെടുക്കും. കെ മുരളീധരൻ, TN പ്രതാപൻ അടക്കം ഒറ്റപ്പേരുള്ള സ്ഥാനാർത്ഥി പട്ടികയും യോഗം ചർച്ച ചെയ്യും. 19 സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് നൽകാനാണ് നിലവിലെ തീരുമാനം. സീറ്റ് ഉറപ്പിക്കാൻ എൽദോസ് കുന്നപ്പള്ളി MLA-യും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. യോഗത്തിലെ തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിച്ചാൽ നാളെ രാത്രിയോടെ തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുമെന്നാണ് വിവരം. മത്സരിക്കുന്നുണ്ടെങ്കിൽ കുണ്ടറയിൽ നിന്നു തന്നെയെന്ന് PC വിഷ്ണുനാഥ് MLA ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കുണ്ടറയിൽ തന്നെ മാത്രമായിരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിന് ഔദ്യോഗിക സ്വഭാവം വരും. അതുവരെ നമ്മൾ അത് കാത്തിരിക്കണമല്ലോ. അതാണ് അതിൻ്റെ ഒരു രീതി. നിയമമണ്ഡലത്തിൽ മുട്ടട വാർഡ് കൗൺസിലർ വൈഷ്ണ സുരേഷ് UDF സ്ഥാനാർത്ഥിയാകും. KS ശബരിനാഥൻ, VS ശിവകുമാർ, നേമം ഷജീർ എന്നിവരെ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും വിമുഖത അറിയിക്കുകയായിരുന്നു. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് നേതാവ് K മുരളീധരനും തള്ളിയില്ല. നിയമം 140 നിയോജകമണ്ഡലങ്ങളുടെ കൂടെയുള്ളൊരു ഭാഗം തന്നെയാണ് നിയമം. അല്ലാതെ നിയമത്ത് മാത്രം നെന്മീൻ വേണമെന്നും ബാക്കി സ്ഥലത്ത് ചൂരമീനാണെന്നും ഉള്ള സിദ്ധാന്തമൊന്നും പാർട്ടിക്കില്ല. എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. സ്ഥാനാർത്ഥികളിൽ ഏകദേശ ധാരണയായ പലയിടങ്ങളിലും പ്രാദേശിക തലത്തിൽ കല്ലുകടിയും ആരംഭിച്ചിട്ടുണ്ട്. മണലൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന TN പ്രതാപനെതിരെ നഗരമധ്യത്തിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. K കരുണാകരന്റെ കുടുംബത്തെ ചതിച്ച യൂദാസ് ആണ് പ്രതാപനെന്നും K മുരളീധരനെ കൂടെ നിന്ന് കുഴിച്ചുമുടി എന്നും പോസ്റ്ററിലുണ്ട്. തൃപ്പൂണിത്തുറയിൽ UDF സ്ഥാനാർത്ഥിയാകുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെ M ലിജുവിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.